Hi everyone, welcome to your health and wellness. It's me Shamiruddin Al Zaitun Pharmacy Kalba Fujairah. കഴിഞ്ഞ എപ്പിസോഡിൽ ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുണ്ടായി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് വൈറ്റമിൻ എ അഥവാ റെറ്റിനോൾ. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും അത്യാവശ്യമാണ് വിറ്റാമിൻ എ. 19 വയസ്സുള്ള ഒരാൾക്ക് ഡെയിലി 10,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ വിറ്റാമിൻ എ കഴിക്കാം. വിറ്റാമിൻ എയുടെ അഭാവം മൂലം കണ്ണിനുണ്ടാകുന്ന ഡ്രൈനസ്, നൈറ്റ് ബ്ലൈൻഡ്നസ്, ഇറിറ്റേഷൻസ്, അതേപോലെ ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഡിലേ, ചില ആളുകളിൽ കാണുന്ന അക്നെ, ഇവയെല്ലാം വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വിറ്റാമിൻ എ അഥവാ റെറ്റിനോൾ സിറമായിട്ടും ക്രീമായിട്ടും ക്യാപ്സൂൾ രൂപത്തിലും അവൈലബിൾ ആണ്. റെറ്റിനോൾ ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടെയുണ്ട്. നമുക്ക് മുഖത്തെ ഡെഡ് സ്കിന്നിനെ ഒഴിവാക്കി പുതിയ സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റെറ്റിനോൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത് കോസ്മെറ്റിക് രംഗത്ത് വളരെയധികം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം കുറച്ച് ഉപയോഗിച്ച് ശീലിക്കുക. പിന്നെ നിങ്ങൾക്ക് അത് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അതേപോലെ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. പകൽ പുറത്തിറങ്ങുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീമുകളും ഉപയോഗിക്കുക. ക്രീമിലേക്ക് വരികയാണെങ്കിൽ ട്രെറ്റിനോയിൻ, മോർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള റെറ്റിനോളിൻ്റെ ഫോമാണ് ട്രെറ്റിനോയിൻ. മുഖക്കുരിന് വേണ്ടിയിട്ടും സ്കാർ പോകാൻ വേണ്ടിയിട്ടും സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. സിറം അവൈലബിൾ ആണ്. റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടും സ്കാറുകൾ പോകാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യുന്നു. ക്യാപ്സൂൾ ഫോമിലേക്ക് വരികയാണെങ്കിൽ ഐസോട്രെറ്റിനോയിൻ ആണ്. സാധാരണഗതിയിൽ പിമ്പിൾസിന് വേണ്ടിയിട്ട് ലോങ് ടൈം യൂസിലേക്ക് ഡോക്ടേഴ്സ് എഴുതാറുണ്ട്. ചില ആളുകൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് അലർജി ഉണ്ടാക്കാറുണ്ട്, റെഡ്നെസ് ഉണ്ടാക്കും, ഡ്രൈനെസ് ഉണ്ടാക്കും, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട്, ഫേസിൽ ബോയിൽഡ് ആയിട്ടുള്ള ചെറിയ കുരുക്കൾ വരെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണുന്നതാണ്. കോമൺ സൈഡ് എഫക്റ്റ് ആണ് ഡ്രൈനെസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. വിറ്റമിൻ എന്റെ ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക, മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്.